നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുപോലൊരു ശബ്ദരേഖ വന്നതാണ്. ചില ചാനലുകൾ അത് സംപ്രേഷണം ചെയ്യുകയും വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യും. പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് കെട്ടടങ്ങി പോവുകയാണ് ചെയ്തത്. കാരണം അതിജീവിതയായ പെൺകുട്ടി അതേപ്പറ്റി പരസ്യമായി പരാതി നൽകാനോ എന്തെങ്കിലും പറയാനോ തയ്യാറായിരുന്നില്ല. ആ കേസ് അന്ന് അന്വേഷിച്ച ചില വനിതാ പോലീസ് ഉദ്യോഗസ്ഥകൾ അവരെ ഈ പെൺകുട്ടിയെ കാണുകയും പരാതി നൽകണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്താൽ വേണ്ട പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം നൽകാമെന്ന് പറയുകയൊക്കെ ചെയ്തതാ. മാധ്യമപ്രവർത്തകരായ ചില പെൺകുട്ടികളും ഈ അതിജീവിതയെ സന്ദർശിച്ച് അല്ലെങ്കിൽ കണ്ട് പരാതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചില മാധ്യമപ്രവർത്തകര്, തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അന്നൊന്നും അതിന് ആ പെൺകുട്ടി തയ്യാറായില്ല. അത് എന്തുകൊണ്ടാണ് അന്ന് നിശബ്ദത പാലിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാം. പക്ഷേ ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണ കവർച്ച കേസ്, അതായത് അയ്യപ്പ ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസ്, അതൊരു വലിയ കൊടുങ്കാറ്റായി സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആഞ്ഞടിച്ചു. അത് സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് പാർട്ടിയെയും ഗവൺമെന്റിനെയും എത്തിച്ചത്. അത് സംഭവിച്ചതാവട്ടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ. പക്ഷെ പിന്നീട് പ്രചാരണം മുറുകി. ആ സന്ദർഭത്തിലും ഓരോ ദിവസവും പുതിയ വാർത്തകളുമായി സ്വർണ്ണ കവർച്ച കേസ് ജനങ്ങളുടെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരും CPM-ഉം കാത്തിരുന്നത്.